ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നൊരു ചിറ്റ് ചാറ്റ് സെഷനൊന്നുമില്ല, പേടിക്കണ്ട. ഇന്ന് നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ദിസ് ഈസ് നോട്ട് മൈ ഓൾഡ് അപ്പാർട്ട്മെൻറ്റ്. ഞാൻ എപ്പോഴും ഇരുന്ന് സംസാരിക്കുമ്പോൾ ഉള്ള ബാക്ക്ഗ്രൗണ്ട് ഒന്നും അല്ല, ഇതൊരു പുതിയ ബാക്ക്ഗ്രൗണ്ടാണ്. ബിക്കോസ് ദിസ് ഈസ് മൈ ന്യൂ അപ്പാർട്ട്മെൻറ്റ്. ഞാൻ എൻ്റെ ഒരുപാട് മുന്നത്തെ അല്ല, കുറച്ച് ഒരു 1 month മുന്നത്തെ വ്ളോഗ് വരെയും ഞാൻ പറയാറുണ്ട് ഞാനൊരു പുതിയ അപ്പാർട്ട്മെൻറ്റ് എടുത്തു. പക്ഷേ ആ അപ്പാർട്ട്മെൻറ്റിന് മുന്നിൽ വരെ ഞാൻ പോയിട്ടുണ്ട്, പക്ഷെ ഞാൻ ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലോ ഞാൻ എവിടെയും കാണിച്ചിട്ടില്ല. സോ യെസ്, ഇന്ന് ഫൈനലി ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റ് ടൂർ ആണ് ഞാൻ ചെയ്യാൻ പോണത്. ഒരുപാട് പേരൊന്നും കാണുന്നുണ്ടാവില്ല എൻ്റെ വ്ളോഗ്, ബട്ട് കുറച്ച് പേര് എപ്പോഴും കൺസിസ്റ്റൻ്റായി കാണുന്നവർക്ക് മനസ്സിലാവും. ഞാൻ ഇതുവരെയും നിന്നത് സ്റ്റുഡൻറ്റ് ഡോർമിലായിരുന്നു. ഞാൻ ജർമ്മനി വന്നപ്പോൾ മുതൽ എൻ്റെ ഒരു അപ്പാർട്ട്മെൻറ്റായിരുന്നു ഞാൻ ഇപ്പോൾ ഇതുവരെ നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ April 30th എൻ്റെ ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേ. സോ ഞാൻ പേപ്പറെല്ലാം സൈൻ ചെയ്ത് കീസ് എല്ലാം കൊടുത്ത് അങ്ങനെ ആ അപ്പാർട്ട്മെൻറ്റിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞു. എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ, കാരണം ഈ ഒരു കൺട്രിയിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് ഹോം അതായിരുന്നു. എൻ്റെ ഒരുപാട് കാര്യങ്ങൾ വിറ്റ്നസ് ചെയ്തിട്ടുള്ള ഒരു 4 വാൾസാണത്. അപ്പോൾ എൻ്റെ സന്തോഷങ്ങളും എൻ്റെ അച്ചീവ്മെൻറ്റും എൻ്റെ വിഷമങ്ങളും എല്ലാം ഞാൻ ഭയങ്കര കംഫർട്ടബിളായിട്ട് ഇരുന്ന് എക്സ്പ്രസ് ചെയ്തൊരു സ്പേസ് ആയിരുന്നു അത്. സോ അതിനോട് എപ്പോഴും ഇതിപ്പോൾ അതിലും വലിയൊരു സ്പേസാണ് ഇപ്പം എൻ്റെ ഈ പുതിയ അപ്പാർട്ട്മെൻറ്റ്. ഒരു 1 BHK അപ്പാർട്ട്മെൻ്റ് ആണ്. അതിനേക്കാളും ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ബട്ട് സ്റ്റിൽ മൈ ഹാർട്ട് ഇസ് ഓൾവേസ് ദെയർ. ഞാൻ അവിടുന്ന് ഈവൻ ദോ കീ ഹാൻഡ് ഓവർ ചെയ്തെങ്കിലും എൻ്റെ മനസ്സിപ്പോഴും അവിടെയാണ്. ഇനി മെല്ലെ ടൈം എടുത്ത് ഈ ഒരു സ്പേസ് എൻ്റേതായി എന്നുള്ള രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ബട്ട് അതെന്തായാലും ആയിരിക്കും. അപ്പം സോ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. സോ ഞാൻ നിങ്ങൾക്ക് എൻ്റെ പുതിയ അപ്പാർട്ട്മെൻറ്റ് കാണിച്ചു തരാം. സോ വെൽക്കം ഓൾ ടു മൈ ന്യൂ ഹോം. സോ ഇതാണ് നമ്മുടെ മെയിൻ ഡോർ. ഇതുവഴി നമ്മൾ കയറി വരുന്നത്. സോ കയറി വന്നിട്ടുള്ള സ്പേസാണിത്. നമ്മൾ ഡോറിൽ നിന്ന് എൻ്റർ ചെയ്യുമ്പോൾ ഉള്ള 2 സൈഡ്സാണിത്. ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. ആൻഡ് യെസ്, ഇവിടെ നമ്മുടെ വാഷ്റൂമിൽ കാണിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെ ഒരു ഷെൽഫുണ്ട്. ആ ഷെൽഫിൽ കുറച്ച് ഇങ്ങനത്തെ നമുക്ക് മുഷിഞ്ഞ തുണികളൊക്കെ ഇടാനുള്ള ഒരു ട്രേ, ഒരു ഷെൽഫ് പോലെയാണ്. പിന്നെ ആസ് യൂഷ്വൽ വാഷ് ബേസിൻ, മിറർ, പിന്നെ യെസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വാഷിംഗ് മെഷീൻ ഉണ്ട്. എനിക്ക് കഴിഞ്ഞ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഇല്ലാത്തൊരു സാധനമായിരുന്നു. സോ യെസ്, ഇങ്ങനെയാണ് ഈ എൻറ്റർ ചെയ്യുന്ന സ്പേസിൻ്റെ മെയിൻ 2 പ്രത്യേകതകൾ എനിക്കിഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വലിയ ക്യാബിനറ്റാണ്. യു വിൽ അണ്ടർസ്റ്റാൻഡ് വൈ. കാരണം ഒരുപാട് സ്റ്റോറേജ് സ്പേസുകളുണ്ട്. ഇതൊരു സ്റ്റോറേജ് സ്പേസ്, ഇതൊരു സ്റ്റോറേജ് സ്പേസ്, ഇതൊരു സ്റ്റോറേജ് സ്പേസ്, അങ്ങനെ 1 2 3 4 5 6 സ്റ്റോറേജ് സ്പേസസുകളുണ്ട്. ആക്ച്വലി ഞാൻ ഇവിടെ എൻ്റെ ഷൂസൊക്കെയാണ് വെക്കുന്നത്. ഈ 2 എൻ്റെ ഷൂസുകളാണ്. ആക്ച്വലി ഇറ്റ്സ് ടു ബിഗ് ടു കീപ്പ് മൈ ഷൂസ് ആസ് വെൽ. അപ്പം അത്രേ ഉള്ളൂ. പിന്നെ ഈ സൈഡിൽ നമുക്ക് ഷൂസും ബൂട്ട്സൊക്കെ ഇടാൻ ഉള്ളൊരു ഒരു കുഞ്ഞ സ്പേസാണ് ഇത്. നമുക്ക് സാധനങ്ങൾ സ്റ്റോറും ചെയ്യാൻ പറ്റും ഇതിനകത്ത്. കണ്ടോ, ഞാൻ എൻ്റെ വിൻ്റർ ബൂട്ട്സ് എല്ലാം ഇതിനകത്താണ് ഇട്ടത്. സോ ഇനി നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ്. എനിക്ക് ലിവിങ് ഏരിയയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ 2 വലിയ വിൻഡോസ് ഉണ്ട്. സോ അത്യാവശ്യം നല്ല രീതിയിൽ സൺലൈറ്റ് നമുക്ക് ലിവിങ് ഏരിയയിലേക്ക് കിട്ടുന്നുണ്ട്.
ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഫേവറേറ്റ് സ്പേസ്. ബിക്കോസ് ഇവിടെയാണ് ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. എൻ്റെ ലാപ്ടോപ്പും ഞാൻ ചിലപ്പോൾ വീഡിയോസൊക്കെ എടുക്കുന്നതൊക്കെ ഈ ഒരു കോർണറിൽ ഇരുന്നിട്ടാണ്. സോ യെസ്, ദിസ് ഈസ് മൈ മോസ്റ്റ് യൂസ്ഡ് ആൻഡ് ഫേവറേറ്റ് സ്പേസ് ആസ് ഓഫ് നൗ. പിന്നെ വരുന്നത് ഇങ്ങനെ ഒരു ഷെൽഫാണ്. ഇത് നമുക്ക് ടി വി വെക്കാം ഈ ഷെൽഫിൻ്റെ മീതെ. പക്ഷേ എനിക്കിപ്പോൾ ടി വി ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ടി വി ഒക്കെ ഇനി വരുമ്പോൾ അല്ലെങ്കിൽ കിട്ടുമ്പോൾ നമുക്ക് ഇതൊരു പെർഫെക്റ്റ് സ്പോട്ടാണ്. സോ ആസ് ഓഫ് നൗ ഇതിൻ്റെ മീതെ ഇത് ഇവിടുത്തെ പഴയ ടെനൻസ് വെച്ച് പോയ ഒരു ഷോ പീസാണ്, ഒരു ഏഞ്ചൽ. സോ ഇതുണ്ട്. പിന്നെ ഇത് എൻ്റെ സ്വന്തം ഹസ്ബൻഡും ഞാനും ഞങ്ങളുടെ ഒരു ഫ്രെയിമാണ്. സ്പേസ് ഇതിലുണ്ട്. നമുക്ക് ഇങ്ങനത്തെ ഒരു ഇതിൽ എനിക്ക് എന്തെങ്കിലും സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന എൻ്റെ നെക്സ്റ്റ് ഫേവറേറ്റ് കോർണറാണ് സോഫ, ഓഫ് കോഴ്സ്. സോ എൻ്റെ മുന്നത്തെ അപ്പാർട്ട്മെൻറ്റിൽ ഇല്ലാത്തൊരു സാധനമായിരുന്നു ഈ സോഫ. ഇനി എനിക്ക് ഈ സോഫയിൽ ഇരുന്നിട്ടായിരിക്കും എൻ്റെ മോസ്റ്റ് ഓഫ് ദ ഡേ ഞാൻ സ്പെൻഡ് ചെയ്യുന്നത്. എന്താണ്, കമ്പ്യൂട്ടർ ടേബിളിൻ്റെ മീത് അവിടെ ഇരുന്ന് കുറച്ച് മേലൊക്കെ വേദനിക്കുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് എനിക്ക് കിടന്ന് എൻ്റെ പണികൾ ചെയ്യാം. സോ യെസ്, ദിസ് ഇസ് മൈ സെക്കൻഡ് ഫേവറേറ്റ് പ്ലേസ്. അപ്പം ഇതിൽ കിടന്ന് ഉച്ചയ്ക്ക് ഒരു നാപ്പ് എടുക്കും ഞാൻ. അങ്ങനെ ഇതൊരു മൾട്ടി പർപ്പസ് ആണ്. ചിലപ്പോൾ ഇതിൽ കിടന്ന് ഉറങ്ങി പോകാൻ ബെസ്റ്റാണ്. കാരണം ഈ 3 നല്ല ഫ്ലഫി കുഷൻസ് ഉണ്ട്. അപ്പം ഇത് എനിക്ക് കറക്റ്റാണ് എനിക്ക് കിടന്നുറങ്ങാൻ. ഇത് എൻ്റെ വലിപ്പത്തിന് കറക്റ്റായിട്ട് ഉണ്ടാക്കിയ സോഫ പോലെ. യെസ്. പിന്നെ വരുന്നത് ഈ ഒരു ഈ ഒരു ടീപ്പോ ആണ്. അപ്പോൾ നമുക്ക് ആരെങ്കിലും വന്നാൽ ചായ വെച്ച് കൊടുക്കാനോ അതിനൊക്കെ നല്ലൊരു ഇതാണ്. ആക്ച്വലി ഈ സോഫ വൈറ്റ് കളർ ആയതുകൊണ്ട് ചെളി ആയിക്കാൻ പെട്ടെന്ന് അറിയും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ മീതൊരു തുണി ഇട്ടുന്നേ ഉള്ളൂ ഇപ്പോൾ ഫോർ ദ ടൈം ബി. സോ നമ്മുടെ ലിവിങ് റൂമിൽ നിന്ന് നമ്മൾ കിച്ചണാണിത്. ലിവിങ് റൂമിൽ നിന്ന് തന്നെയാണ് കിച്ചൺ. ആൻഡ് ഈ സൈഡിലാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്. സോ ഇതാണ് നമ്മുടെ കുഞ്ഞു വിശാലമായ കിച്ചൺ. വിശാലം പറയാൻ പറ്റില്ല, പക്ഷെ എൻ്റെ പഴയ കിച്ചണിനേക്കാളും ഒത്തിരി വിശാലമാണ്. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് സ്പേസ് ഉണ്ട് ഈ കിച്ചണിൽ. സോ നമുക്ക് റൂമിൽ നിന്ന് തന്നെ സെപ്പറേറ്റ് ആയിട്ടൊരു കിച്ചൺ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ലിവിങ് റൂമിൽ നിന്ന് സെപ്പറേറ്റ് ഡോറൊക്കെ ആയിട്ടൊരു കിച്ചൺ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഈ അപ്പാർട്ട്മെൻറ്റ് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കാര്യം. കാരണം നോർമലി ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ നമ്മുടെ റൂം കിച്ചൺ എല്ലാം ഒരുമിച്ചായിരിക്കും, ഒരു ബാരിയർ ഒന്നും ഉണ്ടാവില്ല. സോ അത് എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. സോ യെസ്, അതാണ് എനിക്ക് ഈ അപ്പാർട്ട്മെൻറ്റ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആസ് യു ആൾ നോ, ഇവിടെ വീണ്ടും ഒരു ഷെൽഫുണ്ട്. നമുക്ക് നമ്മുടെ പച്ചക്കറികളും അതല്ലാത്ത സാധനങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് നമ്മുടെ കുക്കിംഗ് ഗ്ലാസ് സ്റ്റവ്. ഇത് ഓബ്വിയസ്ലി ഈ നോബ്സ് വെച്ചിട്ട് നമുക്ക് ഇത് ഓൺ ഓഫ് ചെയ്യാം. സോ ഇത് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് തന്നെയാണ്. പിന്നെ ഇത് നമുക്ക് പാത്രം കഴിഞ്ഞാൽ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസാണ്. അതല്ലാതെ നമുക്ക് ഇവിടെ സ്റ്റോറേജ് സ്പേസസ് അഗെയിൻ. ഇവിടെ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാം, ഇവിടെയും വെക്കാം, ഇവിടെയും വെക്കാം. പിന്നെ ഇവിടെ കുഞ്ഞ് ഷെൽഫ് നമുക്ക് ഓയിലുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. സോ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനമാണ് ആട്ട. പിന്നെ ഇത് നമ്മുടെ ഓട്സും. പിന്നെ മൈദയൊന്നും യൂസ് ചെയ്യില്ല. അത് എന്തിലേലും വല്ല പാസ്ത ഉണ്ടാക്കുമ്പോൾ സോസിലേക്ക് ഒരു സ്പൂൺ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്തായാലും അതായിട്ട് വെക്കുന്നില്ല. അപ്പോൾ സോ ഞാൻ അതും ഇവിടെ വെച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ മിക്സർ. നാട്ടിൽ നിന്നല്ല, അമ്മ തന്നു വിട്ടതാണ് ഞങ്ങൾ ഇപ്രാവശ്യം ഖത്തറിൽ പോയപ്പം. പിന്നെ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ്. ഇത്ര ഭാഗമുള്ളൂ കേട്ടോ ഫ്രിഡ്ജ്. ഈ ഒരു പോർഷനാണ് ഫ്രിഡ്ജ് ഉള്ളത്. ബാക്കി 2 പോർഷനും മുകളിലും താഴെയും അത് ഈ നമുക്ക് സാധനങ്ങൾ വെക്കാനുള്ള സ്പേസാണ്. സോ ഞാൻ എൻ്റെ പാത്രങ്ങളും ഇങ്ങനത്തെ
വലിയ വലിയ വെസൽസ് ഒക്കെ വെക്കുന്നത് ഈ ഒരു സ്പേസിലാണ്. ഇവിടെ ഞാൻ കാര്യമായിട്ടൊന്നും വെച്ചിട്ടില്ല എന്നാണ് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജിൽ ഇപ്പം ജസ്റ്റ് ഞാൻ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അധികമൊന്നും സാധനങ്ങളില്ല. അങ്ങനെ നമ്മൾ കിച്ചണിന് പിന്നെ നമ്മുടെ രണ്ടാമത്തെ സ്പേസ് എന്ന് പറയുന്നത് ഈ ബെഡ്റൂമാണ്. ബെഡ്റൂമിൻ്റെ ഷേപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇത് തോന്നുന്നുണ്ടാവും. ബട്ട് ഇത് അത്യാവശ്യം ഒരു ബെഡ്റൂമിന് ഇത് അത്യാവശ്യം ധാരാളമാണ്. ധാരാളം എന്ന് പറഞ്ഞാൽ എനിക്കിത് ഒരുപാട് കൂടുതലാണ്. പിന്നെ ഇവിടെ ഞാനൊരു കുഞ്ഞു ടേബിളുണ്ട്. ആക്ച്വലി എനിക്ക് ബെഡിൻ്റെ ഷെൽഫ്സ് വേണമായിരുന്നു. അതിനി ഫ്യൂച്ചറിൽ മേടിക്കുമ്പോൾ ഞാൻ വെക്കും. അതുവരെ എനിക്ക് യൂസ് ചെയ്യാനാണ് ഈ ടേബിൾ. ബെഡിൻ്റെ സൈഡിൽ കുറച്ച് അടുത്തോട്ട് ഞാൻ നീക്കി വെക്കും. സോ ഇവിടെ എനിക്ക് ജസ്റ്റ് അത്യാവശ്യമുള്ള എൻ്റെ സാധനങ്ങൾ വെക്കും. പിന്നെ ഇതാണ് എൻ്റെ ഫേവറേറ്റ് സാധനം. നല്ല വാർഡ്രോബാണ്. അത്യാവശ്യം ഒരുപാട് സാധനങ്ങൾ എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിനകത്ത്. ഈ കാണുന്ന ബോക്സസ് ഒക്കെ സ്റ്റോറേജ് യൂണിറ്റ്സ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെയാണ് എൻ്റെ സമ്മർ വെയർസ്, ജീൻസ്, ബെഡ്ഷീറ്റ്സ് ഒക്കെ ഇവിടെയാണ് വയ്ക്കുന്നത്. പിന്നെ എൻ്റെ ആക്സസറീസൊക്കെ ഈ ഡ്രോവറിലാണ്. പിന്നെ ഇതിൽ നമ്മുടെ മസാല, ഇത് നമ്മുടെ സ്റ്റോറേജ് യൂണിറ്റാണ്. നമ്മുടെ എല്ലാ സ്പൈസുകളും എക്സസ് ഉള്ളത് സ്റ്റോർ ചെയ്യുന്നത് ഇതിലാണ്. പിന്നെ ഈ ഒരു കോർണറിൽ എൻ്റെ പെട്ടികളാണ്. ഇപ്പോൾ ഒരു യാത്ര കഴിഞ്ഞ് വന്നതുകൊണ്ടും ഷിഫ്റ്റിംഗ് കഴിഞ്ഞ് വന്നതുകൊണ്ടൊക്കെ ഇതിൽ നിന്ന് എല്ലാ സാധനങ്ങൾ എടുത്ത് ഞാനിപ്പോൾ ഓർഗനൈസ് ചെയ്തത്. അപ്പം ഇനി ഇതിൻ്റെ മുകളിലോട്ട് കയറ്റണോ അതോ ഇനി അത് ഞാൻ മെല്ലെ ചെയ്യും. സോ തൽക്കാലം അതിവിടെ ഇരിക്കട്ടെ. അങ്ങനെ ഇതാണ് എൻ്റെ ബെഡ്, നമ്മുടെ ബെഡ്. പിന്നെ ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. പക്ഷേ ഇത് നമുക്ക് തുറക്കാൻ പറ്റില്ല കേട്ടോ. ഇത് നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഇതാക്കി വെക്കാം, പൊന്തിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലായിടത്തുനിന്നും സെയിം വ്യൂ ആയതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാൻ മാത്രം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദിസ് ഈസ് മൈ ബെഡ്റൂം. ഞാൻ ലൈറ്റും കൂടി ഇട്ടിട്ട് കാണിച്ചു തരാം. സോ നിങ്ങൾക്ക് അപ്പാർട്ട്മെൻറ്റൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? എനിക്കറിയില്ല, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ഇത് ആക്ച്വലി എനിക്ക് ഒരാൾക്ക് ഒരുപാട് വലിയൊരു അപ്പാർട്ട്മെൻറ്റാണ്. ശരിക്കും ഞാനിത് എടുത്തത് എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡ് വരുന്നുണ്ട് നാട്ടിൽ നിന്ന്. സോ ആൾ വരുമ്പോഴത്തേനും ഞാൻ അപ്പാർട്ട്മെൻറ്റൊക്കെ എല്ലാം റെഡിയാക്കിയിരുന്ന് നമുക്ക് ലാസ്റ്റ് മിനിറ്റിൽ അതിൻ്റെ പിന്നാലെ പോയി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഈ അപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല. അതും നമുക്ക് മനസ്സിന് ഒത്തിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ കൂട്ടിയിട്ട് ഞാൻ ആക്ച്വലി അപ്പാർട്ട്മെൻറ്റ് ഹണ്ടിങ് സ്റ്റാർട്ട് ചെയ്തത് ഫെബ്രുവരിയിലൊക്കെയാണ്. കാരണം എന്തായാലും ഒരു വിതിൻ 2-3 months ഒക്കെ എടുക്കും അപ്പാർട്ട്മെൻറ്റൊക്കെ ശരിയാവാമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പം എനിക്ക് ആ ടൈമിൽ എക്സാംസ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ ആ ടൈമിലൊക്കെയാണ് ഞാൻ അപ്പാർട്ട്മെൻറ്റ് നോക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫോർച്ചുനേറ്റ്ലി March 1 എന്താണ് എനിക്ക് ഈ അപ്പാർട്ട്മെൻറ്റ് ഞാൻ കണ്ടത്. ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ആകെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയണമെങ്കിൽ ഈ അപ്പാർട്ട്മെൻറ്റിന് ലിഫ്റ്റ് ഇല്ല എന്നുള്ളതാണ്. എൻ്റെ പഴയ അപ്പാർട്ട്മെൻറ്റിൽ ലിഫ്റ്റ് ഇല്ലായിരുന്നു, ഈ അപ്പാർട്ട്മെൻറ്റിന് ലിഫ്റ്റ് ഇല്ല. ആൻഡ് ദ തിങ് ഇസ് ദാറ്റ് കഴിഞ്ഞ അപ്പാർട്ട്മെൻറ്റിൽ ഞാൻ 5th ഫ്ലോറിലായിരുന്നു. 5th എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ കൂട്ടാതെ 4th ഫ്ലോറിലാണ് ഞാൻ കഴിഞ്ഞ അപ്പാർട്ട്മെൻറ്റിലും. ഈ അപ്പാർട്ട്മെൻറ്റിൽ സെയിം അതേ ഹൈറ്റിലാണ് ഈ റൂമും ഉള്ളത്. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ എനിക്ക് സ്റ്റെപ്പ് കയറണമായിരുന്നു. സ്റ്റെപ്പ് കയറുന്നതെല്ലാം പ്രശ്നം. നമ്മൾ ഈ ചില സമയത്ത് ഒരുപാട് ഗ്രോസറീസോ സാധനങ്ങൾ ഇപ്പം ഈ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ മുന്നത്തെ
ഡോർം പോലത്തെ ഇതല്ല ഇവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചു തന്നിട്ടുണ്ട് നാരോ സ്റ്റെയർ കേസസ് ആണ്, അതും ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെയർ കേസുകളാണ്. അപ്പം നമുക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ട് തോന്നിയിരുന്നു ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ. അതല്ലാതെ സ്റ്റെപ്പ് കയറി ശീലമായിട്ട് എനിക്കിപ്പം അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ശരിയാണ്, നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ ഇവിടെ വന്ന മുതൽ ഞാൻ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുന്ന ആളാണ്. എൻ്റെ കഴിഞ്ഞ അപ്പാർട്ട്മെൻറ്റിൽ ലിഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് സ്റ്റെപ്സ് എനിക്കൊരു ശീലമായി കഴിഞ്ഞു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഷിഫ്റ്റിങ്ങിൻ്റെ ടൈമിലാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഫേസ് ചെയ്തത്. താങ്ക്സ് ടു മൈ ഫ്രണ്ട്സ് നന്ദന, ആൻ, അശ്വിൻ, പിന്നെ ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടോ? ഇവർ 3 പേരാണ് എന്നെ ഷിഫ്റ്റിങ്ങിൽ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരോടൊരു വലിയ താങ്ക്സ് ഉണ്ട്. അവരോട് ഞാൻ പേഴ്സണലിയും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു നാട്ടിലൊക്കെ വരുമ്പോൾ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഹെൽപ്പ് ആകുമ്പോൾ നമുക്ക് ഒത്തിരി നമുക്ക് ആരൊക്കെ ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് വരുമല്ലോ. അപ്പോൾ ഞാൻ ടോപ്പിക്കിൽ നിന്ന് ഡൈവേർട്ട് ആക്കി പോകുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇതാണ് എൻ്റെ സ്പേസ്. ഹോപ്പ്ഫുള്ളി എത്രയും പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡിന് വരാൻ പറ്റട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓൺഗോയിങ് ആണ്. അത് എത്ര ടൈം എടുക്കും, അത് പെട്ടെന്ന് കിട്ടുമോ അതൊന്നും അറിയില്ല. സോ ഫിംഗേഴ്സ് ക്രോസ്ഡ്. ആസ് ഓഫ് നൗ ദിസ് അപ്പാർട്ട്മെൻറ്റ് ഇസ് ടു ബിഗ് ഫോർ മീ ആൻഡ് ടു സ്പേഷ്യസ് ഫോർ മീ. ഒരു റൂമിൽ നിന്നിട്ട് ഇത്രയും വലിയൊരു സ്പേസിൽ ഡീൽ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മൾ നാട്ടിലാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ മാത്രമല്ല, നമുക്ക് അമ്മയും അനിയത്തിയും അപ്പയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു സ്പേസിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒരു ഓക്വേർഡ്നെസ് ഉണ്ട് ചെറുതായിട്ട്. ബട്ട് ഐ എം ലവിങ് ഇറ്റ് സ്ലോലി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇനി എൻ്റെ എല്ലാ വീഡിയോസും ഈ വീട്ടിൽ വെച്ചിട്ടൊക്കെ ആയിരിക്കും. അപ്പം ഐ തോട്ട് ഇറ്റ്സ് വെരി നെസസറി ടു ഷോ യു മൈ ന്യൂ സ്പേസ് ആൻഡ് നിങ്ങൾക്ക് ഈ പുതിയ വീടൊക്കെ കാണിച്ചു തരാമെന്ന്. സോ see you in my next vlog. Until then.